എപ്പോഴും ആഗ്രഹമുള്ളതാണ് മമ്മൂക്ക വെച്ചിട്ട് പടം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഞാനൊരു മമ്മൂക്ക ഫാൻ ബോയ് ആണ്. അല്ല, ഞാൻ പറഞ്ഞത് കേശു മിക്സഡ് അല്ല, ഭൂരിപക്ഷവും ഭയങ്കര മോശമായിട്ടാണ് പറഞ്ഞത്, എനിക്കറിയാവുന്ന. ഞാൻ ആ പടം കുറച്ചുകൂടി കൈവിട്ട ഒരു പടമാണ്. കാരണം നമ്മളുടെ ഈ പറഞ്ഞ ദുസ്വാതന്ത്ര്യം ഇങ്ങനെ പറ്റുള്ളൂ, നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്ത് നിർത്തണ്ടല്ലോ. കാളിദാസൻ്റെ പ്രമാണം പ്രതി പറഞ്ഞ വ്യാഖ്യാതാവ് എഴുതി വെക്കുന്നവന് പ്രസക്തിയൊന്നുമില്ല, അത് വ്യാഖ്യാതാവാണ് അതിൻ്റെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, ആരാൽ ഭരിക്കപ്പെടണം, എത്തരത്തിലായിരിക്കണം ഭരണം എന്നുള്ളതടക്കം. കാരണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുമ്പോൾ അവരുടെ ആശയഗതികൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അവിടത്തേക്ക് എത്തപ്പോൾ നമുക്ക് എത്താൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് അവർക്ക് എത്തിയിരുന്നു. അത് ഓപ്പണായിരിക്കും. എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി പോകാനോ സംസാരിക്കാനോ പറ്റുമായിരിക്കും. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്താണെങ്കിൽ നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ അവരുടെ സമയം നമ്മളെപ്പോലെയല്ല, വളരെ വിലപ്പെട്ട സമയമാണ്. നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കേഴ്സ്. ഇന്ന് എനിക്കൊപ്പം പഞ്ചവത്സര പദ്ധതി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്തു ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സജീവ് പഴൂർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ട്രെയിലർ കാണുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കണ്ടു. പൊളിറ്റിക്കലാണ്, എന്നാൽ കുറച്ച് റിലീജിയസ് ഫാക്ടേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എങ്ങനെയാണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഐഡിയ ചേട്ടന് വരുന്നത്? ഇത് ഞാൻ ഗവൺമെൻറ് സർവീസിലുള്ള സമയത്ത്, ഞാൻ ജോലി ചെയ്യുന്നൊരു സമയത്ത് എനിക്ക് ഈ രൂപത്തിലല്ല, ഇതിൽ നിന്ന് വളരെ വിദൂരമായ രൂപത്തിലൊരു ഇൻസിഡൻറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഒരു കോർ പോയിൻ്റാണ് ഞാനത് പറയാത്തത്. അതാണ് പടം നിൽക്കുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും നമ്മൾ പറയില്ല ത്രെഡെന്ന് അങ്ങനെ പറയാവുന്നൊരു സംഭവം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാനത് ഫേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ സാധ്യതകളുണ്ടല്ലോ, നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ, ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നി വന്ന് ആ ഒരു തോന്നലിൽ നിന്ന് ഒരു കഥയായിട്ട് രൂപപ്പെട്ട് വന്ന സിനിമയാണ് സത്യത്തിൽ. ഓക്കെ, ഈ കലംബാസുരൻ എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക്. ശരിക്കും എന്താണ് ഒരു കലംബാസുരനെ ചുറ്റിപ്പറ്റിയുള്ള കഥയായിട്ടാണ് ഇപ്പം കേട്ടതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ശരിക്കും ഈ കലംബാസുരൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഡിഫൈൻ ചെയ്യുന്നതാണോ, എന്താണ് ശരിക്കും? ഞാൻ കലംബാസുരൻ ഇത് ശരിക്കും കലമ്പേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ കഥയാണ്. കലമ്പേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കഥ. കലംബാസുരൻ്റെ സാന്നിധ്യമുള്ള, കലംബാസുരനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന, ആ രക്ഷകനെ പോലെ ഒരു കലംബാസുരനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമമാണ് കലമ്പേരി. കലമ്പേരിയും സാങ്കല്പികമാണ്, കലംബാസുരനും സാങ്കല്പികമാണ്, 100% സാങ്കല്പികമാണ്. കലംബാസുരൻ നമ്മൾ പറയുന്ന കഥ എന്ന് പറയുന്നതാണ് ഉഗ്രസുന്ദരി എന്ന് പറഞ്ഞൊരു രാക്ഷസി. ആ രാക്ഷസി കുട്ടികളെ കൊണ്ടുപോയി കൊന്നു തിന്നുന്നു. ആ നാട് മുഴുവനും ഭയത്തിലാവുന്നു. രാത്രി രാക്ഷസി വരുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു, കൊല്ലുന്നു. അമ്മമാരുടെ നിലവിളികൾ മാത്രം കേൾക്കുന്ന ഒരു പ്രദേശം. അങ്ങനെ പ്രദേശം എന്ന് വെച്ചാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഒരു അമ്മമാരുള്ള ഒരു ഗ്രാമത്തിൽ അമ്മമാരുടെ നിലവിളിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അസുരനാണ് കലംബാസുരൻ. ആ അസുരൻ ഉഗ്രസുന്ദരിയെ കൊല്ലുകയും ഉഗ്രസുന്ദരി കൊന്നതിന് ശേഷം കൊന്നു വലിച്ചെറിഞ്ഞ് ഉഗ്രസുന്ദരി ഒരു ശില്പത്തിൻ്റെ രൂപത്തിൽ ഒരു പാറയായി മാറി എന്നുള്ളതാണ് നമ്മളുടെ ഈ സങ്കല്പം. ആ സങ്കല്പത്തിന്, ആ മിത്തിനെ വിശ്വസിച്ച് ജീവിക്കുക, ആ മിത്തിൻ്റെ വാമൊഴി പ്രചാരകരായി ജീവിക്കുന്ന കലമ്പേരിക്കാർ. ഇതാണ് കലംബാസുരൻ്റെ അടിസ്ഥാന സങ്കല്പം. സാറിന്റെ ഫസ്റ്റ് മൂവി നോക്കുകയാണെങ്കിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഫസ്റ്റ് അതല്ലടാ, സോപാനം എന്ന് പറഞ്ഞ വേറെ പടം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കാരണം അതാണ് ഫസ്റ്റ് മൂവി ആയിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ഒരു നാഷണൽ അവാർഡ് വിന്നിങ് ഒരു ലെവലിലേക്ക് പോയ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ പിന്നീട് വരുന്ന മൂവികൾ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും അതൊരു ഹെവിനെസ്, എപ്പോഴെങ്കിലും ഇതിപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി അപ്പോൾ എൻ്റെ നിന്ന് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലേ? അത് മാത്രമല്ല, ഞാനത് നമ്മൾ കഴിഞ്ഞാലേ പിന്നെ അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ പഞ്ചവത്സര റിലീസ് കഴിഞ്ഞാൽ പടം മാറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സത്യത്തിൽ ഒട്ടുമുക്ക പേരെ ചിന്തയിൽ പിന്നെ അത് വരാൻ വഴിയില്ല. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും മറ്റ് ചിന്തകളിലോ ആലോചനകളിലേക്ക് പോകുമോ. പലപ്പോഴും അതൊന്നും നമ്മുടെ ഓറിയൻറ്റേഷനിൽ പോലും വരാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കതല്ല നമ്മുടെ നമുക്ക് അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. ഇത് നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം വരും, പക്ഷെ അത് ഇതുകൊണ്ടാവണം നിർബന്ധമില്ല. ഇതിപ്പോൾ അത് വരേണ്ട ആവശ്യമുണ്ട്, ഇതിൻ്റെ പോലെ വരേണ്ട ആവശ്യമുണ്ട് നമുക്ക് ചിന്തിക്കാം. മറ്റൊന്നും നമുക്ക് അത് നോർമലി ബാധിക്കാൻ സാധ്യത തീരെ കുറവാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ബാധിക്കുന്നില്ല, വേറെ ആർക്കും അറിയില്ല.
ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നോർമലി നമ്മൾ കേൾക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മൂവി ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റും മൊത്തത്തിൽ പൊളിറ്റിക്കൽ ആണോ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഈ സബ്ജക്റ്റ്? ഞാനിത് പൊളിറ്റിക്കൽ എന്നുള്ളൊരു പ്രയോഗം നമ്മൾ പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പൊളിറ്റിക്കൽ എന്ന രൂപത്തിൽ പ്രയോഗം. അങ്ങനെയാണെങ്കിൽ ഇത് പൊളിറ്റിക്കൽ അല്ല. അങ്ങനെ ആ രൂപത്തിലാണെങ്കിൽ ഇത് പൊളിറ്റിക്കൽ അല്ല. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത്. പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ വെള്ളത്തിൻ്റെ വിഷയം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ, മറ്റത്തിൽ സാമൂഹികമായിട്ടുള്ള മറ്റു വിഷയങ്ങളെല്ലാം പൊളിറ്റിക്കലാണെങ്കിൽ ഇത് പൊളിറ്റിക്കലാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് വരുന്നത് അത്തരത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത്തരം ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സർക്കാസ്റ്റിക്കലായിട്ട് നമുക്കൊരു ഡയറക്റ്റ് ആരെയും മുറിവേൽപ്പിക്കാനോ ഒന്നും നമുക്ക് ഉദ്ദേശമില്ല. അങ്ങനത്തെ ഒരു പരിപാടി അജണ്ടയില്ല. അപ്പോൾ അത്തരത്തിലല്ലാതെ എങ്ങനെ ഈ സിനിമയെ സമീപിക്കാം. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് മുമ്പിൽ ഹിമാലയം പോലെ നിൽക്കുന്നൊരു സിനിമയാണ് പഞ്ചവടിപ്പാലമൊക്കെ. അത് ഞാൻ ഒരിക്കലും ഈ പടവും പഞ്ചവടിപ്പാലമായിട്ട് കമ്പയർ ചെയ്യല്ല, ഞാൻ തിരികെ ചെയ്യരുത്. അതല്ല, പഞ്ചവടിപ്പാലം എക്കാലത്തും ഇപ്പം നമുക്ക് നോക്കി അറിയാൻ പറ്റും. പഞ്ചവടിപ്പാലം അന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോഴും അതിപ്പോഴും റിപ്പീറ്റ് വാല്യൂവിൽ കിടക്കുന്ന, കാലത്തെയൊക്കെ അതിജീവിച്ച്, ഇങ്ങനെ കാലത്തിൻ്റെ കുത്തൊഴുക്കിനെയൊക്കെ അതിജീവിച്ച് വളരെ സുഗമമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു സിനിമയാണ്. ഇപ്പോഴും അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രിൻറ്റുകളൊക്കെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോഴത് യൂട്യൂബിൽ അവൈലബിളാണ്. അപ്പോൾ അത് അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോഴും ഇത് എവിടേക്കോ ആരൊക്കെയോ പുതിയ പലരും മാറി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? പക്ഷേ പഞ്ചവടിപ്പാലത്ത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാലവുമായിട്ട് ബന്ധപ്പെട്ട്, പാലത്തിൻ്റെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഓവർ ടോപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വളരെ ഭയങ്കര രസകരമായിട്ട് ജോർജ് സാർ ചെയ്തൊരു പടം. അത് കാലത്തെ അതിജീവിച്ച് ആ സിനിമ അവിടെ നിലനിൽക്കുക. പക്ഷേ പ്രശ്നം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ. അതിൽ പറയുന്നത് കറപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കറപ്ഷൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ സിനിമ ഇന്നും റെലവൻ്റ് അല്ലേ. അപ്പോൾ അത് അത്തരം സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ചിലപ്പോൾ കുറച്ചുകൂടി കാലത്തിൻ്റെ അതിജീവിച്ചൊക്കെ സമയത്തായിരിക്കാം അത് നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഒരു പ്രദേശത്ത്, ഇപ്പോൾ കലമ്പേരി എന്ന് പറഞ്ഞതൊരു ചെറിയ പ്രദേശമായിട്ടല്ല നമ്മളിത് ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും ഒരു കലമ്പേരി കാണും, ഒരു കലമ്പാസുരം കാണും. അത്തരം എലമെൻറ്റുകൾ നമ്മുടെ കാണും, അത്തരം മിത്തുകൾ നമ്മുടെ കാണും. ആ മിത്തുകളെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ആ മിത്തുകളെ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പൊതുസമൂഹത്തെ, നമ്മുടെ ടോട്ടൽ സൊസൈറ്റി എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളൊരു പരീക്ഷണമാണ്, എന്നുള്ളൊരു പരിശോധന ഒക്കെ ആയിരിക്കും പടം. ഇപ്പം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും പോലൊരു മൂവി നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ മൂവി പറഞ്ഞു വെച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിന്തിക്കാനാണ് ഒരുപാടുള്ളത്. അതായത് അതിനകത്ത് പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. ആ കൺഫ്യൂഷൻസ് ആണെങ്കിലും അത്രയും നാച്ചുറലായിട്ട് വന്ന ഫീലിങ്സ് ആണ് ഒരു പ്രേക്ഷകന് ആ മൂവിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ ഒരു സബ്ജക്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ നമ്മളെ ആ ഒരു 2 മണിക്കൂർ പിടിച്ചിരുത്താനുള്ള ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ കഴിവാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? അതെങ്ങനെയാണ് അങ്ങനെ ഡെവലപ്പായി വന്നത്? അതിൽ ഞാൻ തൊണ്ടുവലിനെ സംബന്ധിച്ച്, തൊണ്ടുവല് പോത്തനെ പോലത്തെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ, നല്ലൊരു ടീം, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും അത് ഞാൻ പറയില്ല, ഒരുപാട് നമ്മൾ തൊണ്ടുവലിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയിട്ടുള്ളതുകൊണ്ടാണ്. അത് ഈ എലമെൻറ്റുകൾ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചെറിയ നമുക്കിപ്പം നമുക്ക് ഏറ്റവും ദുർബലമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും ഒരു കഥ, വലിയൊരു കഥ രൂപപ്പെട്ടുണ്ടാവുക. അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് അതിനകത്ത്. എനിക്കിപ്പം ഒരാൾ പഴത്തുള്ളിയെ ചവിട്ടി വീഴുന്നു നമ്മൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിരിച്ചു. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിരി, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമാണ് അത് നമ്മൾ അയാളെ ശത്രുവായിട്ടോ അയാൾ വീണതിൽ നമുക്ക് സന്തോഷം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് അറിയാം നമ്മൾ ഒരാൾ വീഴുന്ന കാണുമ്പോൾ ചിരിക്കുന്നു, അയാളുടെ വേദനയെക്കുറിച്ച് നമ്മൾ അന്നേരം ആലോചിക്കുക, നമ്മൾ ആ വീഴ്ചയുടെ ചിരിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ധർമ്മസങ്കടങ്ങൾ ചിരിയായി മാറുന്ന പല സന്ദർഭങ്ങളും നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അവരുടെ സ്കൂട്ടർ എടുക്കാനായിട്ട് നോക്കുന്നു. ഈ സ്കൂട്ടർ പിടിക്കുന്ന സമയത്ത് ആ സ്കൂട്ടർ എടുക്കാനായിട്ട് തുടങ്ങുന്നു, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയാണ് എനിക്ക് സത്യത്തിൽ കാണാൻ പറ്റിയത്. അത്രയും പോയപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയി. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുക, ആ സ്കൂട്ടർ എടുക്കാൻ നോക്കുന്ന സമയത്ത് ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ സ്കൂട്ടറുകളും വീഴുകയും ഈ പെൺകുട്ടി അത് കഴിഞ്ഞിട്ട് മാറി നിൽക്കുക, അവിടെ നിൽക്കുന്നവരെ മുഴുവൻ പ്രശ്നമായിട്ട് മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനായി. അപ്പോൾ നമുക്ക് ഇതിനെ ഏത് രീതിയിലാണ് അത് കണ്ടം കളയാം, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ധർമ്മസങ്കടത്തിൽ നമുക്ക് വേണമെങ്കിൽ തമാശ ഉണ്ടോ നോക്കാം എന്ന് പറയുന്നൊരവസ്ഥ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്.
ആ ഒരു ധർമ്മസങ്കടങ്ങൾ എങ്ങനെയാണ് തമാശയായിട്ട് മാറുക എന്ന് പറഞ്ഞൊരു സാധനം പരീക്ഷിച്ച് നോക്കാറുള്ളതാണ്. ഏത് ജോണർ എഴുതാനാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്? കോമഡി ആണോ? കോമഡി എനിക്ക് ഭയങ്കര കോമഡി പരിപാടി ഇപ്പം കേശു അങ്ങനത്തെ ഒരു പടമാണ്, കുറച്ചും കൂടി കുറച്ചും കൂടി ലൗഡായിട്ടുള്ളൊരു കോമഡി. എനിക്ക് സത്യം പറഞ്ഞ വിശ്വസിക്കുന്ന പടം പോലത്തെ ലൈറ്റർ കോമഡീസ് ഉള്ള പടങ്ങൾ എനിക്ക് ജനറലി ഇഷ്ടമാണ്. പിന്നെ കുറച്ചുകൂടി മാസലമുള്ള പടങ്ങൾ, അത്തരം പടങ്ങളൊക്കെ താല്പര്യമുള്ള പരിപാടിയാണ്. ഈ തൊണ്ടി മുതലും ആദ്യം സാർ തന്നെ ഡയറക്റ്റ് ചെയ്യാനായിട്ടിരുന്നൊരു മൂവിയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് അത് വേണ്ടത്? അത് ബാക്കി പല കാരണങ്ങളുണ്ട്. പ്രൊഡക്ഷൻ്റെ പ്രശ്നങ്ങൾ, ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, പല കാരണങ്ങളുണ്ട് എനിക്ക് നടക്കാതെ പോയതായിരുന്നു. അപ്പോൾ അത് തമിഴിലായിരുന്നു ആലോചിച്ചത്. ദിലീഷ് ചേട്ടനായിട്ടുള്ള ഒരു ആത്മബന്ധം, കാരണം അങ്ങനെ ഒരു സബ്ജക്ട് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ. ഞാൻ പറയാനറിയോ, ഈ തൊണ്ടിമല കുറിച്ച് ഒരുപാട് നമ്മളിങ്ങനെ അത് കഴിഞ്ഞ് കുറേ പടങ്ങളും കഴിഞ്ഞ് തൊണ്ടിമല പോയതുകൊണ്ടേ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള പടമായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് തൊണ്ടിമല കുറച്ച് ഒഴിവാക്കിയത്. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് വേറൊരു സബ്ജക്റ്റ് ചോദിച്ചാട്ടെ. ഇപ്പം കേശു എന്ന് പറയുന്ന മൂവി പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ആളുകളിൽ മിക്സഡ് റിവ്യൂസ് വന്ന ഒരു മൂവിയാണ്. പക്ഷേ എന്നാൽ ബിസിനസ് പരമായിട്ട് അത് നല്ല രീതിക്ക് കളക്ട് ചെയ്തൊരു മൂവിയുമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കേശുവിന് അങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞത് കേശു മിക്സഡ് അല്ല, അപ്പം ഭൂരിപക്ഷവും ഭയങ്കര മോശമായിട്ടാണ് പറഞ്ഞത്. എനിക്കറിയാവുന്ന കാരണം ആ സമയത്ത് റിവ്യൂസും ബാക്കി സാധനങ്ങളും ആളുകളുടെ അഭിപ്രായത്തിലും എല്ലാം ഭയങ്കര മോശമായിട്ടാണ് സംഭവം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിക്കും നമ്മളത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരു സംഭവത്തിൽ തന്നെ അതൊരു കുറച്ചും കൂടി അതൊരു തെർമോക്കോൾ സ്വഭാവത്തിലുള്ള കുറച്ചും കൂടി ടെൻഡറായിട്ടുള്ള കുറച്ചും കൂടി സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു പടമായിട്ട് തന്നെ അത് കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാദിർഷാൻ ദിലീപ് വരുന്നൊരു പടം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അത് കുറച്ച് പറഞ്ഞ പോലെ ഞാൻ ആ പടം കുറച്ചുകൂടി കൈവിട്ട ഒരു പടമാണ്. കാരണം നമ്മളുടെ ഈ പറഞ്ഞ ദുസ്വാതന്ത്ര്യം ഇങ്ങനെ പറ്റുള്ളൂ, നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്ത് നിർത്തണ്ടല്ലോ. നമുക്ക് ഇനി കേശിന് ഇനി എന്ത് പറഞ്ഞാലും കേശിനെ വെച്ച് പറഞ്ഞോളൂ എന്നുള്ള രൂപത്തിൽ ഇനി അതൊരു മാർക്കാണല്ലോ. ഇനി എന്ത് പറഞ്ഞാൽ കേശുവിൻ്റെ പോലത്തെ പടം എന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ പറയുന്ന അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലല്ലേ വരിക. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ പോലും ആ പടത്തിന് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അതിൽ ആ പടത്തിന് ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് ചീത്തുളിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് തിയേറ്ററിൽ ഇപ്പോൾ ഈ ടെലിവിഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു പടമാണല്ലോ. ആ പടം വരുന്ന സമയത്ത് ഇപ്പോഴും പലരും റിപ്പീറ്റ് കണ്ടിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കത് അതങ്ങനെയാണ്. അത് ചിലപ്പോൾ ചില സാധനങ്ങൾ ആ സമയത്തായിരിക്കില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് ചിലപ്പോൾ വേറൊരു ഇത് കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു പക്ഷേ തിയേറ്ററിലാണെങ്കിൽ വേറൊരു ഇത് OTT ആകുമ്പോഴത്തേക്ക് അത് ഒരു തിയേറ്ററിൻ്റെ അകത്തിരുന്ന് കാണുന്ന OTT അറിയില്ല നമുക്കത്. ചിലപ്പോൾ അതിൻ്റെ ആ പടം ആളുകൾക്ക് എനിക്കറിയില്ലല്ലോ. നമുക്ക് ഒരിക്കലും ഇതിൻ്റെ വ്യാഖ്യാതാവ് ഏതിനെ കവി എന്നാണ് പ്രമാണം. കാളിദാസൻ്റെ പ്രമാണം പ്രതി പറഞ്ഞ വ്യാഖ്യാതാവ് എഴുതി വെക്കുന്നവന് പ്രസക്തിയൊന്നുമില്ല. അത് വ്യാഖ്യാതാവാണ് അതിൻ്റെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. അതിൻ്റെ ബാക്കിയുണ്ട്, അതിന് പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ അത് പ്രമാണം അതങ്ങനെ തന്നെയുണ്ട്. അപ്പം നമ്മളിത് ചെയ്യുന്നു, പക്ഷെ അത് ഓഡിയൻസാണ് തീരുമാനിക്കുക. നിങ്ങൾ ഈ പടം എങ്ങനെ അവരിലേക്ക് എത്തിച്ചു. അപ്പോൾ നമ്മുടെ പരാജയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, അത് തെറ്റ് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ബഹുഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അങ്ങനെ കാണുമായിരിക്കും. അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. അതായിരിക്കും എൻ്റെ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. നമ്മുടെ ഗെയിം പ്ലാനിലുള്ള സംഭവമാണ്. അത്തരം തട്ടും തലോടലും എല്ലാം കൂടി ചേർന്നാണല്ലോ ജീവിതം. മനസ്സിലൊരു ആത്മസംതൃപ്തി കിട്ടാനാണോ എഴുതുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താൻ? ഇല്ല, രണ്ടിനും അല്ല, പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും എൻ്റെ തൊഴിലാണ്. ഞാൻ ജോലിക്ക് അത് ലീവ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ തൊഴിലും കൂടിയാണ്. പിന്നെ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 19 വർഷത്തോളം ജേർണലിസ്റ്റായിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ അക്ഷരം കൊണ്ടാണ് നമ്മൾ അന്നും ജീവിച്ചു പോരുന്നത്. ഞാൻ കാണുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് അന്നും നമ്മൾ അരി വാങ്ങിക്കണത് അക്ഷരം കൊണ്ടാണ്, ഇപ്പോഴും അരി വാങ്ങിക്കണത് അക്ഷരം കൊണ്ടാണ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സുഖം. അത് വേറൊരു രീതിയിൽ നമുക്കൊരു സുഖമാണ്. അതല്ലാതെ സിനിമ നമ്മൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പറഞ്ഞ അബദ്ധമായി. അങ്ങനെയല്ല, സിനിമ നമുക്ക് ജീവിതോപാധി തന്നെയാണ്. പക്ഷേ ഇപ്പം പലതരത്തിൽ ഇപ്പം സിനിമയും മെസ്സേജ് ഓറിയൻറ്റഡ് ആക്കാനായിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ശരിക്കും ഒരു മെസ്സേജ് കൊടുക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ആണോ? എനിക്ക് ഇതുവരെയും സിനിമ സാമൂഹിക മാറ്റത്തിന് ഉതകുമെന്ന് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പല കാരണങ്ങൾ കൊണ്ട് തോന്നിയിട്ടില്ല. ഒന്ന്, ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക്.
സിനിമ ഒരു ലാസ്റ്റ് സെഞ്ചുറിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് കമ്പോളം വില നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സിനിമയുടെ വരവ്. അപ്പോൾ അതേസമയം മറ്റ് ആർട്ട് ഫോമുകൾക്ക് അത്രയും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം പെയിൻറ്റിങ് ആണെങ്കിലും പെയിൻറ്റിംഗ് ഒക്കെ വളരെ മുമ്പ് തുടങ്ങി. ഇപ്പോൾ പെയിൻറ്റിംഗ് ഒരു ക്യാൻവാസും പെയിൻറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാം, അത് നമ്മുടെ സെൽഫ് എക്സ്പ്രഷനാവും. പാട്ടാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പാടാം. ഇതങ്ങനെയല്ല, ഇതൊരു 100-150 ആളുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ നടക്കുകയുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ വേണം, അതിൻ്റെ ഡയറക്ടർ വേണം, അതിൻ്റെ ആർട്ടിസ്റ്റ് വേണം, ഒരുപാട് മെക്കാനിസം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഫിസിക്സ് കെമിസ്ട്രി മുതൽ ആർട്ടിൻ്റെ എല്ലാ ഫോംസിൻ്റെയും ബ്ലെൻഡ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു എലമെൻ്റ് ആണല്ലോ സിനിമ. അപ്പോൾ ആ സിനിമ ശരിക്കും ഉള്ളത് മാർക്കറ്റിൻ്റെ സ്വഭാവമാണ്. സിനിമ ഒരു ഇൻഡസ്ട്രിയാണ്, സിനിമ ഒരു വ്യവസായ ഉൽപ്പന്നമാണ്. സിനിമയ്ക്ക് ലോൺ വേണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ, ഒരു സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലോൺ കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ റഷ്യയിലൊക്കെ പണ്ട് സംഭവിച്ച പോലെ സിനിമയ്ക്ക് ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തിൽ അതിന് സാമൂഹികമായി വലിയ മാറ്റങ്ങൾ വരുത്താൻ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. പക്ഷേ ചില കാര്യം സ്വാധീനിക്കാൻ പറ്റിയേക്കാം. അതിപ്പോൾ എന്തിലും ഉണ്ട്, ഏത് കാര്യം. ഇപ്പം എഴുത്ത് സ്വാധീനിച്ചിട്ടില്ല. ഇപ്പോൾ നാടകങ്ങൾ, KPSCയുടെ നാടകങ്ങൾ വലിയൊരു കാലഘട്ടം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാധീനം ചെലുത്തിട്ട് അത് അദൃശ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചില അനുകരണങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ ചില മുണ്ടുകൾ, ചില ഉടുപ്പുകൾ, ഇത്തരം അനുകരണങ്ങൾ സംഭവിക്കുക. എന്തെങ്കിലും ഒരുപാട് നല്ല, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളുള്ള സ്ഥലമല്ലേ നമ്മുടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം നമുക്ക് സ്വീകരിച്ച് നമുക്ക് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതല്ലേ. സിനിമയെ സംബന്ധിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ട് എന്നുള്ള രൂപത്തിലാണ് ഞാൻ സിനിമയെ കാണുന്നത്. സാറ് ഇതിനിടയ്ക്ക് മമ്മൂക്കയെ വെച്ചിട്ടൊരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവി എന്താ ഇപ്പം എൻ്റെ എന്തെങ്കിലും? അത് ഞങ്ങൾ അനൗൺസ് ചെയ്തതല്ല, അതെനിക്ക് വേണം അത് വേറെ രൂപത്തിൽ എന്തോ വാർത്ത വന്നതാണ്. മമ്മൂക്ക അത് പ്രൊജക്റ്റ്, അത് ചെറിയ മീൻസ് പ്രൊഡക്ഷൻ, അത് വേറെ രൂപത്തിലുള്ള 1-2 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പ്രൊജക്റ്റ് ഓണാണ്, മീൻസ് സബ്ജക്റ്റ് ഓണാണ്. അടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് കാണാം. ചിലപ്പം ഈ വർഷം അവസാനമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ഈ പ്രൊജക്റ്റിൻ്റെ സ്വഭാവം എനിക്കറിയില്ല. അതിപ്പോൾ അതിൻ്റെ ആരൊക്കെ ഉണ്ട് എങ്ങനെ അതൊന്നും എനിക്കറിയില്ല. ആ സ്ക്രിപ്റ്റ് ലൈവാണ്, ലൈവായിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അത് ലൈവാണ്. അതിൻ്റെ പ്രൊജക്റ്റ് എങ്ങനെയായി വരും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. കുറേയൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇപ്പോൾ പറയാവുന്നൊരു സാഹചര്യമല്ല. വേറെ ചില കാര്യങ്ങളുടെ പിന്നിലായതുകൊണ്ട്, 1-2 വേറെ പരിപാടികളുടെ പിന്നിലായതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാർ ഒരു നാഷണൽ അവാർഡ് വിന്നർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സൂപ്പർ സ്റ്റാർസിൻ്റെ ഡേറ്റ് കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു രീതിക്ക് എപ്പോഴെങ്കിലും സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടൊരു മൂവി ചെയ്യണം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായതാണോ? എപ്പോഴും ആഗ്രഹമുള്ളതാണ് മമ്മൂക്ക വെച്ചിട്ട് പടം എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു, ഞാനൊരു മമ്മൂക്ക ഫാൻ ബോയ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയുടെ വെച്ച് പടം ചെയ്യുന്നത്. അത് ഏത് മലയാളത്തിലുള്ള ഏത് സിനിമാക്കാരുടെ ആഗ്രഹമായിരിക്കില്ലേ, സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരുടെ ആഗ്രഹം. ഒരു റൈറ്ററുടെയോ ഡയറക്ടറുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരിക്കില്ലേ മമ്മൂക്കയും ലാലേട്ടനും വെച്ചൊരു പടം ചെയ്യാന്ന് പറയുന്നത്. അതിൻ്റെ അത്രയും സന്തോഷം സ്വാഭാവികമല്ലേ. അത് എല്ലാവരെ പോലെ എനിക്കുണ്ട്. എനിക്ക് മമ്മൂക്ക വെച്ചൊരു പടം ചെയ്യുന്നത് വളരെ കൂടുതൽ ആഗ്രഹമുണ്ട്. അത്രയും ഒരുപാട് കഴിവുള്ള നടന്മാരിപ്പോൾ ഉണ്ട്. അപ്പോൾ സൂപ്പർ താരങ്ങളുടെ പിറകെ പോയി സമയം കളയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് അങ്ങനത്തെ ഒരു ചിന്ത? എനിക്ക് അങ്ങനെ ചിന്തയില്ല. എനിക്ക് അവരെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, അവരുടെ പുറകെ പോകാനായിട്ട് എത്ര സമയം കളയാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അവിടത്തേക്ക് എത്തപ്പോൾ നമുക്ക് അടുത്ത് എത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അവർക്ക് എത്തിയിരുന്നു. അത് അപ്പോഴായിരിക്കും എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി പോകാനോ സംസാരിക്കാനോ പറ്റുമായിരിക്കും. ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്താണെങ്കിൽ നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ അവരുടെ സമയം നമ്മളെപ്പോലെയല്ല, വളരെ വിലപ്പെട്ട സമയമാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മളൊരു പലയാവർത്തി ആലോചിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അവിടെ പ്രസൻറ്റബിളായിട്ടൊരു സംഭവമായിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിന് മുഴുവൻ ബാധ്യത വേറെ ആരുടെ പുറത്ത് ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും ഷാർപ്പായിട്ട് സ്ഥലമുണ്ടെങ്കിൽ എത്ര കാത്തിരുന്നാണെങ്കിലും നമ്മളത് ചെയ്യും. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും മൂവി 26ന് റിലീസ് ആവുകയാണ്. എലക്ഷൻ ഡേ ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ചിന്ത പോയായിരുന്നു ഇലക്ഷൻ ഡേക്ക് റിലീസ് വേണ്ടായിരുന്നു എന്ന്? ഇല്ല, എനിക്കത് സത്യത്തിൽ ഞാൻ ആദ്യം ഇലക്ഷൻ ഡേ 26 എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ ഡേ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കോയിൻസിഡൻസ് അത് കറക്റ്റാണോ? കാരണം വെച്ചാൽ ഈ സിനിമയ്ക്ക് 26 എന്നുള്ളത് നല്ല ദിവസമാണല്ലോ
ഇപ്പം പറയില്ല വരാൻ പോകുന്ന 5 വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, ആരാൽ ഭരിക്കപ്പെടണം, എത്തരത്തിലായിരിക്കണം ഭരണം എന്നുള്ളതടക്കം. കാരണം ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുമ്പോൾ അവരുടെ ആശയഗതികൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ആ ഐഡിയോളജി നമുക്ക് വളരെ വ്യക്തമാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷി അവരുടെ ഐഡിയോളജി വ്യക്തമാണ്, മറ്റൊരു രാഷ്ട്രീയ കക്ഷി അവരുടെ ഐഡിയോളജി വ്യക്തമാണ്. ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഐഡിയോളജികൾക്കിടയിൽ അതിൽ നിന്ന് എന്ത് ഐഡിയോളജി ആരെ തിരഞ്ഞെടുക്കണം, അത് എത്ര അളവിൽ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു തീരുമാനം നടക്കാൻ പോണത്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ 5 വർഷത്തെ വിധി നിശ്ചയിക്കുക. രാജ്യത്തിൻ്റെ ഭാവി വിധി നിശ്ചയിക്കുന്ന ഒരു ഘടകം സംഭവിക്കാൻ പോണത്. അത് 5 വർഷമുണ്ട്. അപ്പോൾ അത്രയും ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണത്. ആ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പാണെങ്കിൽ പഞ്ചവത്സര പദ്ധതി റിലീസ് ചെയ്യാൻ അതിനേക്കാളും നല്ല സമയമുണ്ടോ? കാരണം ഇത് ഏറ്റവും കൂടുതൽ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പദ്ധതിയാണല്ലോ. 5 വർഷത്തേക്ക് നിങ്ങൾ എന്ത് പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി? നിങ്ങൾ ആലോചിച്ചിട്ടുള്ള പദ്ധതി എന്താണ്? നിങ്ങളുടെ ആ പദ്ധതിക്ക് അനുസരിച്ചല്ലേ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആ പദ്ധതിക്ക് അനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു എങ്കിൽ ആ ദിവസം നല്ലതാണെന്ന് എൻ്റെ വിശ്വാസം. ഈ സിനിമയ്ക്ക് നല്ലതായിരിക്കും. ഇതിൽ നല്ലൊരു ഇതായിരിക്കും നല്ല ദിവസം എന്നുള്ളത്. കാരണം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി വന്നത് പോളിങ്ങിൻ്റെ ദിവസം എന്ന് പറയുന്നത് പ്യൂർലി ആക്സിഡൻ്റൽ, ബട്ട് ഐ തിങ്ക് ഇറ്റ് വർക്ക് ടു വെരി വെൽ. അതങ്ങനെ തന്നെ വന്ന് ഭവിച്ചു. അങ്ങനെ തന്നെ വന്ന് ഭവിച്ചു. ഇതിനകത്ത് പിന്നെ മറ്റൊരു പ്രത്യേകത കണ്ടത് ഈ കലംബാസുരൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു അസുരൻ അല്ലേ? പക്ഷെ പൊതുവേ ഉള്ളൊരു അസുരൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ആളുകൾക്കുണ്ടല്ലോ, അതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അത് ബോധപൂർവം ചെയ്തത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഇപ്പം കള്ളൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിൽ കെട്ടി, നമുക്ക് ചില ഇമേജറികളുണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. കള്ളൻ എന്ന് പറയുമ്പോൾ കണ്ണിൽ ഇങ്ങനെ കെട്ട്, നടുക്കൊരു ഹോള്, മുഖത്ത് മുഴുവൻ കറുത്ത കുത്തുള്ള പാടുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ ബാഗിൽ മോഷിച്ച വസ്തുവായിട്ട് പോകുന്നതല്ലേ നമ്മുടെ കള്ളൻ. അത് മിക്കവാറും കറുത്തിട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ കാര്യത്തിലും നമുക്ക് ഓരോ ഇമേജ് നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കുറേ ഇമേജറീസ് ഉണ്ടാവും. അപ്പം അസുരനെ സംബന്ധിച്ച് നമുക്ക് അസുരൻ എന്താണ്? അസുരൻ എന്ന് പറയുമ്പോൾ ആസുര ഭാവം, അത് ക്രൗരത കൂടി നിൽക്കുകയായിരിക്കും, കുറച്ചും കൂടി ക്രൂരത കൂടുതലുള്ളതായിരിക്കും. വയലൻസിന് കുറച്ചും കൂടി വേറൊരു സാന്നിധ്യമുള്ള ഒരാളായിരിക്കും. അപ്പം ആ ആസുരഭാവമുള്ള ഒരാളെ ആണ് അസുരനായിട്ട് നമ്മൾ സങ്കല്പിക്കുക. നമ്മളിത് കലംബാസ് നോക്കി ആസുരഭാവമാണ്, ഒരു അക്രമാസക്തനായ അസുരനാണ്. അപ്പോൾ ആ കലംബാസുരൻ അങ്ങനെ ആയിരിക്കും. അയാളുടെ ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു പ്രഖ്യാപിതമായ ചില മുൻധാരണകളുണ്ട്. ആ മുൻധാരണകളെ ചില നമ്മൾ ഇത്തരത്തിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം സംഭവത്തിൻ്റെ പുറത്ത് ആ കറുപ്പ്, അപ്പം കറുത്തിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മളുടെ ഒരു പറഞ്ഞു വച്ചിട്ടുള്ളൊരു സാധനം. ആ പറഞ്ഞു വച്ച സാധനം എന്തെങ്കിലും പ്രത്യേക താല്പര്യാർത്ഥം വെളുപ്പിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ വെളുത്ത അസുരനാവാൻ പാടില്ലേ? അസുരനാണെങ്കിലും വെളുത്തിരിക്കുന്നത് നല്ലതായിരിക്കും ചിന്തിക്കുന്നവരില്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വെളുപ്പ് ഭയങ്കര മാത്രമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ. അതുകൊണ്ടൊന്നും നമ്മൾ കാണുകയില്ലേ? അപ്പോൾ വെളുപ്പിന് എന്തോ മഹത്വമുണ്ട് എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിക്ക് അവരെയും കൂടി കണക്ട് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ വെളുത്ത അസുരനായിക്കോട്ടെ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. തകർക്കട്ടെ മൂവി. ഓക്കെ.